ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഒക്കെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരേ ടെക്നിക്കുകൾ നമ്മൾ പഠിപ്പിക്കുകയും ആ ടെക്നിക്കുകൾ പലതിലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ചെറുതാവും, ചില കാര്യങ്ങൾ ശരിയാവില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അല്ല, നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് എന്ന് പറയാൻ പറ്റില്ല, നിരന്തരം ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ, ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പറയുന്നത് ദ സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ മാനിഫെസ്റ്റേഷന്റെ കൃത്യമായ സയൻസ് എന്ന് മനസ്സിലാക്കിയാൽ ദ സയൻസ് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷൻ ഈസ് നമുക്ക് ഇവിടെ റിവൈൽ ചെയ്യാം. കാരണം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇത്, എന്തൊക്കെ അടിസ്ഥാന തത്വങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഒരു 4 തത്വങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ അതായി തീരുന്നു എന്ന് പറയുന്ന പോലെ യുവർ തോട്ട്സ് ബിക്കം യുവർ റിയാലിറ്റി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. റിലീവിംഗ് ഹൗ യുവർ തോട്ട്സ് ആൻഡ് ബിലീവ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ റിയാലിറ്റി. ഇതെങ്ങനെയാണ് നമ്മളുടെ ചിന്തകൾ നമ്മുടെ റിയാലിറ്റി ആകാനുള്ള ഇൻഫ്ലുവൻസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അത് കൃത്യമായി മനസ്സിലാക്കാം. എങ്ങനെ ഇത് ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഈ കോൺസെപ്റ്റ് എന്ന് വളരെ ലളിതമായി ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു പോകാൻ ശ്രമിക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് ബിലീഫ് എന്ന് പറയും. നിങ്ങളുടെ വിശ്വാസം എന്താണോ അതാണ് ഇതിന്റെ കോർ ആയിട്ടുള്ള ഫസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത്. യുവർ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ, ദാറ്റ് ഈസ് ബിക്കം യുവർ തോട്ട്സ് എന്നറിയാം. എങ്ങനെയാണോ നമ്മുടെ മനസ്സും ശരീരവും കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതിൽ തത്തുല്യമായി ഉണ്ടാകുന്ന സംഭവമാണ് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തോട്ട്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലും ഇമോഷണലുമായിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. കരച്ചിൽ വരുന്ന ഒരാളുടെ ഇമോഷൻ എന്തായിരിക്കും? കരച്ചിലാകുമ്പോൾ അയാളുടെ തോട്ട്സ് എന്തായിരിക്കും? സങ്കടം മാത്രമായിരിക്കും. അപ്പോൾ അയാൾ ഫിസിക്സ് എന്തായിരിക്കും? വീക്കർ അവസ്ഥയായിരിക്കും എന്ന് പറയുന്ന പോലെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്ത് കിട്ടി. ഇനി എവിഡൻസ് ദാറ്റ് ബിലീവ് ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഫിസിക്കൽ ഔട്ട്കം എന്ന് പറയും. അതായത് ഈ നമ്മൾ ചിന്തിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ എന്ന് പ്ലേസാംബോ എഫക്ട് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഇതിനനുസരിച്ച് നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകൾ വർക്ക് ചെയ്യുന്ന ചെയ്യും. ഇനി എങ്ങനെയാണ് നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതുമായ സംഭവത്തെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസ് അല്ലെങ്കിൽ വയേർഡ് കറക്റ്റ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ബിഹൈൻഡ് അതിന്റെ സിസ്റ്റമാണ് പറയുന്നത് RAS, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വയറിങ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ എന്തിലേക്കാണോ നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്യപ്പെടുന്നത് അത് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ വിശ്വാസം കറക്റ്റാണ്, ദൈവമുണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവന് ദൈവമില്ല. കാരണം അവന്റെ RAS സിസ്റ്റത്തിനകത്ത് അവൻ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവത്തെ അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് കറക്റ്റായിട്ട് ബ്രെയിനിന്റെ പാറ്റേൺ ആണ്. നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നുവോ, എവിടെ ഫോക്കസ് ചെയ്യുന്നുവോ ആ ഫോക്കസ് അവന്റെ ബിലീവായി മാറും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ അഫർമേഷൻ പോലുള്ള സാധനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഫോക്കസ് നമ്മുടെ ബിലീവായി മാറുന്നത്.
പിന്നെ അതിൽ ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരൻ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അൺകണ്ടീഷണൽ ആയിട്ട് അതിൽ വിശ്വസിച്ചു പോകും, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകും. ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച സാധനം അവനിലേക്ക് വരും. ബിക്കോസ് നിങ്ങളിപ്പോ ഒരു ചുവന്ന, അതിന് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ ഒരു ചുവന്ന കാറിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ മുഴുവൻ ചുവന്ന കാറുകൾ കാണാൻ പറ്റുന്നത് മറ്റൊന്നുമല്ല, കണ്ണിന്റെ പ്രത്യേകതയാണ്. ഈ RAS ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് പോയി പിടിക്കുന്നതെല്ലാം ഈ ചുവപ്പ് മാത്രമാണ്. ആ കാറ് മാത്രമേ അത് പിടിക്കുള്ളൂ. കാരണം മറ്റതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അത് മുമ്പേ കൊണ്ടുവന്നിട്ട് ദേ പിടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാണിച്ച ഒരു സാധനം. ഇത് RAS സിസ്റ്റം. വളരെ ലളിതമായിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇത് പവർ ഓഫ് ബിലീഫ്സ് എന്ന് പറയും. ഇനി നമുക്ക് ഇതിനെ കൃത്യമായി മാറ്റാനുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സിസ്റ്റം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളർത്താം. അവിടെ ലിക്വിഡ് ഫോർമാറ്റിലായതുകൊണ്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്ട്രേറ്റിലോട്ടും വളഞ്ഞു എന്ന് നമുക്ക് വളക്കാമെന്നാണ് ഈ സിദ്ധാന്തത്തെ പറയുന്നത്. പക്ഷെ അതിന്റെ മറ്റു രൂപത്തിൽ പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒറ്റ പോർഷനിലാണ് 0 1 0 1 0 1 0 1. ഈ 0 1 അങ്ങോട്ട് തിരിച്ചിടാം, ഇങ്ങോട്ട് തിരിച്ചിടാം. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആവാം എന്നുള്ളത്. ഹൗ ദ ബ്രെയിൻ അഡാപ്റ്റ് ആൻഡ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ് ആൻഡ് ബിലീവ്സ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും നമ്മൾ വിശ്വസിച്ചത് മാത്രമേ ബ്രെയിൻ സ്റ്റോർ ചെയ്യുള്ളൂ, അല്ലാത്തത് ബ്രെയിൻ സ്റ്റോർ ചെയ്യില്ല. അതിനങ്ങനത്തെ ഒരു സിസ്റ്റമേ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്ത് വിശ്വസിക്കുന്നുവോ, എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുവോ അത് നമ്മുടെ ജീവിതമായി മാറും. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ഫണ്ടമെന്റൽ. ഇനിയിപ്പോ അതിനെ കൂടുതൽ ഉണ്ടാക്കാനായിട്ട്, ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം. എങ്ങനെ? ഇമോഷണലി ആയിട്ട് അഫർമേഷൻ, എക്സ്പീരിയൻസി ആയിട്ട് അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാണാൻ നമുക്ക് സാധിച്ചാൽ എന്ത് സംഭവിക്കും? മുൻകൂട്ടി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി RAS സിസ്റ്റം ആക്ടിവേറ്റ് ആവും. പിന്നെ അത് തന്നെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പതിയും, സബ് കോൺഷ്യസിൽ പതിയും എന്നുള്ളതാണ് പവർ ഓഫ് ബിലീഫ് സിസ്റ്റത്തിന് പ്രത്യേകത. രണ്ടാമത്തത് ദ റോൾ ഓഫ് ഇമോഷൻ എന്ന് പറയുന്ന സാധനം. അതായത് എങ്ങനെ നമ്മൾ വികാരഭരിതനാകുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോ അവര് പറയുകയുണ്ടായി, സങ്കടം വന്നു, കരച്ചിൽ വന്നു, അത് നമ്മുടെ ഇമോഷനാണ്. എന്ത് ഇമോഷൻ അവിടെ വന്നുവോ അത് നമ്മളിൽ പതിയാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? കരച്ചിൽ സംഭവിച്ച കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു. നമുക്ക് ചിരിച്ച കാര്യത്തെക്കാളും നമുക്ക് കരഞ്ഞ കാര്യങ്ങളല്ലേ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മയുണ്ടാവുക. കരഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബിക്കോസ് കരയലിന്റെ എനർജി താഴോട്ടായതുകൊണ്ട് ഇത് ഓർത്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് താഴോട്ട് നോക്കിയാൽ മതിയല്ലോ, എളുപ്പമാണ്. മറ്റ് ചിരിക്കലിന്റെ ലവിന്റെ സ്നേഹത്തിന്റെ എനർജി ഹൈ ആയതുകൊണ്ട് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് മുന്നിലേക്ക് പോകും. പക്ഷെ ഹയർ എനർജി ഉള്ള ഒരാള് അവൻ കരച്ചിലിനെ പറ്റി ചിന്തിക്കുകയില്ല. ഇന്നലെ ക്ലാസ്സിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സെയിം ആണല്ലോ അല്ലെ. എനിക്ക് സങ്കടത്തെ പറ്റി ഓർക്കാനേ ഇല്ല. കാരണം എന്റെ ജീവിതത്തിൽ സങ്കടം സംഭവിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കത് ഓർമ്മയില്ല. ചിരിക്കാൻ ചോദിച്ച് സന്തോഷകരമായ സാധനം ചോദിച്ചാൽ 100 കണക്കിന് ഇപ്പൊ പറയണ്ട. അത് എനർജി നമ്മൾ അപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് മാത്രമേ നോക്കുള്ളൂ. ഇത് റോൾ ഓഫ് എമോഷൻ എന്ന് പറയും. ദ പവർ ഓഫ് ഇമോഷൻസ്, ദ ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. നമ്മൾ ഇമോഷനിലായിരിക്കണം കാര്യങ്ങൾ. ഏതാണ് നമുക്ക് വേണ്ട ഇമോഷൻ തിരിച്ചറിയണം. നമ്മൾ മാലിന്യങ്ങൾ പഠിച്ചപ്പോൾ 10 നമ്മൾ പറഞ്ഞു ലോവർ ഇമോഷൻസ് ഉള്ള, അത് വേണ്ട, ഹയർ ഇമോഷൻസ് ഉപയോഗിക്കണം എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷന്റെ ഫണ്ടമെന്റലായ നിയമം. ഇനി മൂന്നാമത്തെ കാര്യം, മാനിഫെസ്റ്റേഷൻ വർക്ക് സംഭവിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, ടേക്കിംഗ് ആക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. വെറുതെ ഇരിക്കുന്നവന്റെ എന്താണ് അങ്ങനെ ചൊല്ലുണ്ടല്ലോ, വെറുതെ ഇരിക്കുന്ന ദ എംപ്റ്റി മൈൻഡ് ഇസ് എ ഡെവൽ വർക്ക്ഷിപ്പ് ഷോപ്പ് എന്ന് പറയുന്ന പോലെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ടേക്കിംഗ് ആക്ഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എങ്ങനെയാണ്? സെറ്റ് എ ക്ലിയർ ഇന്റൻഷൻ, വ്യക്തമായ ഉദ്ദേശമുണ്ടായിരിക്കുക, വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കുക, വ്യക്തമായ ഗോൾ ഉണ്ടായിരിക്കുക. ഇത് ഉള്ളവന് മാത്രമേ ടേക്കിംഗ് ആക്ഷൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ആക്ഷൻ അവൻ എടുക്കുക? അപ്പോൾ ഗോൾ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഒരു ഇന്റൻഷൻ സെറ്റ്, ഉദ്ദേശശുദ്ധി ഉണ്ടാകുക. എന്തിനാണ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും മൗനിയായിരുന്ന ഉദ്ദേശം എന്താണ്? എനിക്കെന്തോ നല്ല കാര്യം കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട് അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ല. അപ്പോൾ ആ ഉദ്ദേശം
നല്ലൊരു ഉദ്ദേശമാക്കി വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ വാട്ട് യു വാണ്ട് ടു മാനിഫെസ്റ്റ്. നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് സാധ്യതയുള്ളത്. ടേക്കിംഗ് ആക്ഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഓഫ് ആക്ഷൻ. എന്ത് ഇമ്പോർട്ടൻസ് ആണ് എടുക്കേണ്ടത്, എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത്? അലൈൻ സ്റ്റെപ്പ് ടു ടേക്ക് അലൈൻ വിത്ത് യുവർ ഡിസൈർഡ് റിയാലിറ്റി. ആ നമ്മൾ ആഗ്രഹിക്കുന്ന റിയാലിറ്റിയുമായിട്ട് ഒത്തുചേരുന്ന ആക്ഷൻ എടുക്കണം. നമ്മൾ കൊച്ചിയിൽ നിന്നുള്ളവൻ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ വടക്കോട്ട് പോകുന്ന ട്രെയിൻ കയറിയിട്ട് ഒരിക്കലും എത്തില്ല. അവൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ തന്നെ കയറണം. ഈ പോയിട്ട് ഏതെങ്കിലും ട്രെയിൻ കയറിയത് കാര്യമില്ല, ഏതെങ്കിലും ആക്ഷൻ എടുത്തോണ്ട് കാര്യമില്ല. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള കൃത്യമായ ആക്ഷൻ തന്നെ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോളജ് വർദ്ധിപ്പിക്കുന്ന ഉള്ള ആക്ഷൻ എടുക്കുന്നവൻ പുസ്തകം വായിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതിന് തത്തുല്യമായിരിക്കും. ഗൾഫ് നമ്മൾ എന്താ ടൂറിസ്റ്റ് ആയിട്ട് പുറത്ത് രാജ്യത്ത് പോകുന്നവൻ അതിനു വേണ്ടിയിട്ട് ടിക്കറ്റും വിസയും പാസ്പോർട്ടും എടുക്കണം എന്ന് പറയുന്ന പോലെ ലളിതമാണ് ടേക്കിംഗ് ദ സ്റ്റെപ്പ് ടു ടേക്ക് ദ അലൈൻ യുവർ റിയാലിറ്റി എന്ന് പറയുന്നത്. അതിൽ കൃത്യമായ ആക്ഷൻ എടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ തടസ്സങ്ങളില്ലാത്തൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യം പോലെ തന്നെ നമ്മൾ നമ്മുടെ ഫോക്കസ് ചെയ്ത റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്ത സംഭവത്തിലേക്ക് കടക്കുമ്പോൾ ഒബ്സ്റ്റാക്കിൾ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് സുഖമായി പോവുക? നമുക്ക് രക്ഷ ഉണ്ടാവില്ല. പോകുന്നിടക്ക് ഒരു തട്ടുമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ സുഖമുള്ളൂ. അപ്പൊ ഒബ്സ്റ്റാക്കിൾസ് എപ്പോഴും ഉണ്ടാവും. ബട്ട് ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് സ്റ്റേയിങ് ഫോക്കസ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഫോക്കസ് നമ്മൾ എത്രത്തോളം, ആദ്യം പറഞ്ഞ നിയമം ഓർമ്മയുണ്ടല്ലോ, വേർ യു ഫോക്കസ് യുവർ എനർജി വിൽ ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും എന്ന് പറയുന്ന പോലെ നമ്മൾ ഫോക്കസ് തെറ്റാതിരിക്കാൻ കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. അവിടെ എത്തുമ്പോൾ പിടിച്ചു നിന്ന്, ഫസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് പിടിച്ചു നിന്ന് പോയാൽ നിങ്ങൾ താഴേക്ക് പോകും. ഇനി നാലാമത്തെ കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി പോകണം. നാലാമത്തെ കാര്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലീവിങ് ഇൻ ദി നൗ, അല്ലെങ്കിൽ ലീവിങ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്ന സാധനം. ഇന്നിൽ ഇവിടെ ജീവിച്ചാൽ മാത്രമേ നാളത്തേത് നേടേണ്ടതിനെ പറ്റിയിട്ടും ഇന്നലെ കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇന്നിൽ ജീവിക്കാത്തവൻ ബദ്ധപ്പാടിലായിരിക്കും. ഫോക്കസ്ഡ് ഓൺ ദ പ്രസന്റ് മൂമെന്റ്. ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നത് പരമപ്രധാനമായ കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ. അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇന്നിൽ നിങ്ങൾക്ക് പ്രസന്റിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന സാധനം. വിട്ടുകൊടുക്കുക, പിടിച്ചു നിർത്താതെ വിട്ടുകൊടുക്കുക എന്നുള്ളത്. ലെറ്റ് ഇറ്റ് ഗോ ദ പാസ്റ്റ് റിഗ്രറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ ആങ്സൈറ്റീസ് എന്ന് പറയും. വരാനിരിക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് വ്യാകുലപ്പെടുകയല്ല വേണ്ടത്. കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ട് ഓർത്തിട്ട് സങ്കടപ്പെടുകയുമല്ല വേണ്ടത്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന കാര്യത്തെ ശ്രദ്ധിച്ച് ആകാംക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത്. വളരെ പ്രധാനമുള്ള കാര്യം. അല്ലാത്തവന് അവന്റെ വൈബ്രേഷനിൽ ഉയർത്താൻ സാധിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അബൻഡൻസ് എന്ന് പറയുന്ന കാര്യം. അതായത് നന്ദി ഉണ്ടായിരിക്കുക, കഴിഞ്ഞതിനെല്ലാത്തിനും നന്ദി. അപ്രിഷിയേറ്റിംഗ് വാട്ട് യു ഹാവ് ടു അട്രാക്ട് മോർ എന്ന് പറയും. നമുക്ക് ലഭിച്ചതിന് നന്ദി പറയലിലൂടെ മാത്രമേ ഇനി പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഈ തിരിച്ചറിവാണ് നമ്മളെ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വാതിലുകൾ തുറക്കുന്നത്. അല്ലെങ്കിൽ അടച്ച വാതിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, വരുന്നതൊക്കെ അതിലേ കൂടി പോകും, ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. ഇങ്ങോട്ട് വരണമെങ്കിൽ വരൂ ഇന്ദ്രചൂടാന്ന് എന്ന് പറയുന്ന, സ്വാഗതം പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ നന്ദി 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആരോടൊക്കെ പറയണം? സർവ്വചരാചരങ്ങളോട് നന്ദി പറയണം. അല്ലെ? നമ്മുടെ പുസ്തകം തന്നെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകം തന്നെ ഇറങ്ങി, അല്ലെ? നിങ്ങൾക്ക് PDF തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുസ്തകം തന്നെ ഇറങ്ങുന്നുണ്ട്, അഫർമേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമതായി പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, ഇപ്പോഴുള്ള ഈ അവസ്ഥയെ പൂർണ്ണമായി ഉൾക്കൊള്ളുക.
എംബ്രാസ് ദ ജേണി. ഇപ്പോഴുള്ള യാത്രയെ പൂർണ്ണമായും ആലിംഗനം ചെയ്യുക. ഞാൻ സന്തോഷവാനാണ്, ഇപ്പോൾ ഞാൻ പോകുന്നത് ശരിയായ രീതിയിൽ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ദിവസവും 111 333 666 അല്ലെങ്കിൽ 888 333 77 ഒക്കെ കാണുന്നതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇപ്പോഴുള്ള യാത്ര ശരിയാണെന്ന് യൂണിവേഴ്സ് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾ പോകുന്ന യാത്ര ശരിയാണ് എന്ന് നമ്പറുകളുടെ രൂപത്തിൽ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിലേക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അതിൽ പൂർണ്ണമായും വിശ്വസിച്ചു പോവുക. ദ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഇസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ദ ഔട്ട്കം. അതായത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് കിട്ടിയ പോലെ നമ്മൾ ഫീൽ ചെയ്താൽ മാത്രമാണ് സംഭവിക്കുക എന്നുള്ള മനസ്സിലാക്കൽ നമ്മൾ നടത്തുമ്പോൾ നമുക്കെല്ലാം ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യം നമുക്ക് ലഭിച്ചെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് വിഷയമുള്ളത്? എല്ലാം സെറ്റായി. പക്ഷെ നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് അംഗീകരിക്കാൻ എത്രത്തോളം പറ്റുന്നു, അവിടെ മാത്രമാണ് വികാരത്തിന്റെ പ്രത്യേകത. നമുക്ക് ആരായി തീരണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ നാളെ മുതൽ മാനിഫെസ്റ്റ് ആയി തീർന്നെങ്കിൽ പിന്നെ അത് വരാൻ ഒരു തരത്തിലുള്ള വിഷമതകളും ഉണ്ടാവില്ല. അത് വന്നു ചേർന്നേ പറ്റുള്ളൂ. വേറെ വഴികളൊന്നുമില്ല. ചോറ് അരി എടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചോറ് ആവുക തന്നെ ചെയ്യും. അത് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഒരു ഡൗട്ടിനൊരു സാധ്യതയില്ല. ആരെങ്കിലും പോയി നോക്കുവോ? ഒക്കെ തിളച്ച വെള്ളം തിളപ്പിച്ചു, അരിയും അതിനകത്തിട്ടു, കുതിർത്ത് അരി ഇട്ടു, എന്നെ കുറച്ച് ചോറാകുമോ ആകില്ലേ, ചോറ് ഇല്ലാതാകുമോ ആവില്ലേ എന്നുണ്ടാവോ ഡൗട്ട്? ആർക്കും ഉണ്ടാവില്ല. പക്ഷെ ജീവിതത്തിലേക്ക് ചെയ്യുമ്പോ എനിക്ക് കിട്ടുമോ? ലോട്ടറി എടുക്കുമ്പോ ആദ്യത്തെ ചിന്ത ഇനി ഇതെങ്ങാനും അടിക്കുമോ എന്തോ, അല്ലെ? ഇതേപോലെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ബിലീവ്സ് നമുക്കില്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിന് ബിലീവ് ചെയ്യുന്നു അത് സംഭവിക്കും. ഇത് വളരെ ഫണ്ടമെന്റലായി മനസ്സിലാക്കുക. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ അടിസ്ഥാന തത്വം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അറിയുന്തോറും കൂടിക്കൂടി വരുന്ന, അല്ലെങ്കിൽ അറിയുന്തോറും നമുക്ക് ദൂരം കൂടിക്കൂടി വരും എന്ന് പറയുന്ന പോലെ അത് വലിയൊരു സാഗരമാണ്. പക്ഷെ ഇതൊന്നും ലേൺ, അൺലേൺ, റീലേൺ ഉള്ള പ്രോസസ്സിലൂടെ കടന്നു പോവുക, വീണ്ടും പഠിക്കുക, വീണ്ടും. നേരത്തെ പറഞ്ഞില്ലേ 10 പ്രാവശ്യമൊക്കെ നിങ്ങൾ കാണേണ്ടി വരും വീഡിയോ. ആ വീഡിയോ ഉണ്ടാക്കിയത് ഇതുപോലെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും ചിലപ്പോൾ ഒരു പ്രാവശ്യം കേട്ട ഒന്നും പിടികിട്ടിയെന്ന് വരില്ല. ഈ പറഞ്ഞ ഞാൻ തന്നെ ചിലപ്പോൾ 10 പ്രാവശ്യം കേട്ടിട്ട് വരും. കാരണം അതിന് ഓരോ വരികൾക്കിടയിലും പിന്നെയും നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. അതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. നമുക്ക് ഇനി ഒരുപാട് യാത്ര പോകാനുണ്ട്. അപ്പൊ നന്ദി, നമസ്കാരം.